ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ആണ് സാർ, ആണ്. അതില് മീഡിയേറ്റേഴ്സിന്റെ സ്കില്ല് കൂടി ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പാർട്ടി ലോസ് പോവാം. കാരണം മീഡിയേറ്ററുടെ റോളായിട്ട് കണക്ട് ചെയ്താണ് ഇതിലെല്ലാം കിടക്കുന്നത്. മീഡിയേറ്ററുടെ സ്കില്ലിന്റെ ഭാഗമാണ് നെഗോഷിയേഷനും വരുന്നത്. ഈവൻ ദോ പാർട്ടീസ് ആണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് കൂടിയിട്ട് നെഗോഷിയേഷൻ സ്കില്ല് ഉണ്ടാവേണ്ടത് മീഡിയേറ്റർക്കാണ്. കാരണം പാർട്ടീസിന്റെ കോൺഫ്ലിക്റ്റിംഗ് സ്റ്റൈലുകളുണ്ട്, ബാർഗൈനിങ് സ്റ്റൈലുകളുണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതാണ് നെഗോഷിയേഷൻ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നത്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അറ്റ് ദ സെയിം ടൈം സിമ്പിളും ആണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പൊ ആ നെഗോഷിയേഷൻ സ്ട്രാറ്റജി കൈകാര്യം ചെയ്യുക എന്നുള്ള സ്കില്ലും മീഡിയേറ്ററുടെ സ്കില്ലിൽ വരുന്നതാണ്. പിന്നെ മറ്റ് സ്കില്ലുകൾ, ജനറൽ സ്കില്ലുകളുണ്ട്, സ്പെഷ്യൽ സ്കില്ലുകളുണ്ട് മീഡിയേറ്റർക്ക്. അത് ഞാൻ ഓരോ ഐറ്റംസ് പറഞ്ഞ് അതിന്റെ വിശദീകരണങ്ങളായിട്ട് പോയി കഴിയുമ്പോൾ ഇന്ന് ഏതായാലും അതുകൊണ്ട് തീരും. കാരണം അതിനുശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റേജ് പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അധികം നേരം വേണ്ടി വരില്ല. ഇത് കഴിഞ്ഞ് നെഗോഷിയേഷൻ സ്കില്ലിനാണ് പിന്നെ കുറച്ച് സമയം വേണ്ടി വരാം. ആ ക്ലാസ് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് എഗ്രിമെന്റിന്റെ ഡ്രാഫ്റ്റിംഗ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അസസ്മെന്റ് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടീമുകളൊക്കെ റെഡി ആയിരുന്നോ? എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച അവസാനം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് റോൾ പ്ലേ തുടങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കണം. കണ്ടിന്യൂസ് ക്ലാസ്സോ എക്സ്ട്രാ ക്ലാസ്സോ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ ഈ ഇന്റേണൽ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തിരക്കിലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങനെ പോകുന്നത്. അത് വെറുതെ കേട്ട് നിങ്ങൾ സംശയം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം ആവുന്നുള്ളത്. എനിവേ നോക്കാം. അപ്പൊ മീഡിയേറ്റർ സ്കില്ലിന്റെ ജനറൽ സ്കിൽസ് ഒന്നും കൂടി ഞാൻ സമപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് എബിലിറ്റി ടു ലിസൺ ആക്റ്റീവ്ലി. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ആക്റ്റീവ് ലിസണിങ് പല വിധത്തിലുണ്ട്. ഒബ്സർവേഷൻ ഉണ്ട്, ഒബ്സർവേഷൻ ലിസണിങ് ആണ്. അതായത് ബോഡി ബിഹേവിയർ ഓഫ് ദി ബോഡി ലാംഗ്വേജ് ഓഫ് ദി പാർട്ടി, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി പാർട്ടി. ഇതൊക്കെ ഒബ്സർവേഷൻ സ്കില്ലാണ്, ഒബ്സർവേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് റീസ്റ്റേറ്റ്മെന്റ്, റിഫ്ലക്ഷൻ, പാർട്ടീസിനെ കൊണ്ട് പാരാഫ്രൈസിങ് ചെയ്യാം, മീഡിയേറ്ററുടെ തന്നെ സമ്മറൈസ് ചെയ്യാം, ഫ്രാക്ഷനിങ് ചെയ്യാം. ഈ വക കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ആക്റ്റീവ് ലിസണിങ് എബിലിറ്റി ഉണ്ടോ അത് ഒരു ടെസ്റ്റാണ്. റോൾ പ്ലേയിൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ഇടാൻ നിങ്ങളുടെ റോളുകൾ അസസ് ചെയ്യുമ്പോൾ മീഡിയേറ്ററുടെ ആ സ്കില്ല് ഞാൻ നോക്കും. ആക്റ്റീവ് ലിസണിങ് സ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ് ഒന്ന് നോക്കിക്കോ. ആ സ്കില്ലാണ് ഒരു പ്രധാന ഘടകം. അത് മീഡിയേറ്റേഴ്സിനോട് മാത്രമല്ല, മീഡിയേറ്റർ റോള് അപ്പരിക്കുന്ന ഫസ്റ്റ് പാർട്ടിയോ സെക്കൻഡ് പാർട്ടിയോ വാദിയോ പ്രതിയോ ആരാന്ന് വെച്ചാൽ അവരോടും കൂടി അഭിനയിച്ച് കാണിക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ റോളിൽ ഞാൻ മീഡിയേറ്ററിലോ അത് എനിക്ക് ബാധകമില്ല നിൽക്കേണ്ട. അവിടെ ഒരു ടീമിൽ 7 ആളാണെങ്കിൽ 7 ആളും മീഡിയേറ്ററിന്റെ റോള് കാണിക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം റോൾ പ്ലേക്ക് പോകുന്നത്. നിങ്ങളുടെ റോൾ പ്ലേയിലുള്ള നിങ്ങളുടെ റോളും ജസ്റ്റ് നോക്കാം, മൊത്തം ഫാക്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ വേണ്ട. ഡയലോഗൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാം. പക്ഷേ മീഡിയേറ്റർ റോള് നിങ്ങൾ എല്ലാവരും വളരെ ഭംഗിയായി ചെയ്ത് കാണിക്കേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവ് ലിസണിങ് പഠിക്കുക. റിഫ്രെയിമിംഗ് എന്താ, റീസ്റ്റേറ്റ്മെന്റ്, സമ്മറൈസേഷൻ, പാരാഫ്രൈസിങ്, ഫ്രാക്ഷനിങ്, മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിക്കുക കേട്ടോ. അതാണ് എബിലിറ്റി ടു ലിസൺ ആക്റ്റീവ്ലി എന്ന് പറഞ്ഞത്. ആക്റ്റീവ് ലിസണിങ് പവർ ആണ് അതൊന്ന്. സെക്കൻഡ് വരുന്നത് എബിലിറ്റി ടു അനലൈസ് പ്രോബ്ലംസ്, ഐഡന്റിഫൈ ആൻഡ് സെപ്പറേറ്റ് ഇഷ്യൂസ് ഇൻവോൾവ് ആൻഡ് ഫ്രെയിം ദി ഇഷ്യൂസ് ഫോർ റെസൊല്യൂഷൻ ഓർ ഡിസിഷൻ മേക്കിംഗ്. അതാണ് അത്. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ്
സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലായിട്ടാണ് അത് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇൻഫോർമേഷൻ ഗാദറിംഗ് സ്റ്റേജ് എന്നാ പറയാം, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കളക്ടിങ് സ്റ്റേജ് എന്നാ പറയാം. അതേ പ്ലസ് തേർഡ് സ്റ്റേജ് ആണ് അജണ്ട സെറ്റിംഗ്. അപ്പോഴാണ് അതിനോടൊപ്പം ഈ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിനൊപ്പം ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇഷ്യൂസും മാത്രമല്ല അവരെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രോബ്ലത്തിനും ഇഷ്യൂസിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ആ പ്രോബ്ലം ഇന്നാന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇഷ്യൂ ഏതാണ്, അതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതും ആ എബിലിറ്റിയും കൂടി കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ആ മീഡിയേഷനിൽ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്താ, ഇഷ്യൂസ് എന്താന്ന് ഫ്രെയിം ചെയ്യണം. നമ്മൾ അജണ്ട സെറ്റിങ്ങിന് മുന്നേ ഇഷ്യൂസ് പറയും. ഇഷ്യൂസ് കഴിഞ്ഞിട്ടാണ് അതിൽ മെയിൻ നെയിമിംഗ് ഓഫ് ഇഷ്യൂസ് എന്നാ പറയാം. ആ ഇഷ്യൂസിൽ നമുക്ക് പേരെടുത്ത് പറയാവുന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ടതിന് മുഴുവനും നമുക്ക് ഫൈനാൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ മണി എന്ന് പറയാം. മണി എന്ന് ചർച്ച ചെയ്യുമ്പോൾ, മണി എന്നുള്ള അജണ്ട ചർച്ച ചെയ്യുമ്പോൾ മണി റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം വരും. മണി റിലേറ്റഡ് പല ഇഷ്യൂസ് ഉണ്ടാവാം. ഡവറി വരാം, റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് വരാം, സ്പെസിഫിക് പെർഫോമൻസിൽ റിട്ടേൺ ഓഫ് മണി വരാം, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ അത് വരാം, പിന്നെ ഡെറ്റിന് റിക്കവറി വരാം. ഇതിലൊക്കെ ഒരു ഘടകം മണി ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് മണി എന്ന് അജണ്ട ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവനും ചർച്ചകൾക്ക് വരും. ആ മണി എന്ന് വരുമ്പോൾ അതിൽ ഏത് ഇഷ്യൂ ചർച്ച ചെയ്യണം എന്നുള്ളത് മീഡിയേറ്റർ അറിഞ്ഞിരിക്കണം. മീഡിയേറ്റർ ആണ് ഇത് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. ഇഷ്യൂസ് എന്താ അത് അവരോട് പാർട്ടിയോട് ചോദിക്കും. ഇഷ്യൂസ് ഒന്ന് ഇതല്ലേ, ഇനി ഇത് കൂടാതെ വേറെ ഇഷ്യൂസ് ഉണ്ടോ? അപ്പൊ മീഡിയേറ്റർ ആണ് ഇത് നെല്ലും പതിരും തിരിച്ച് കാണേണ്ടത്. ആ ഒരു കഴിവ് വളരെ കഴിവാണ്, മീഡിയേറ്ററുടെ ഒരു എബിലിറ്റി ആണ്. ഒരു ഫാക്ട് കേൾക്കുമ്പോൾ തന്നെ പാർട്ടീസ് ഓപ്പണിസ്റ്റ് മനസ്സിലാവും ഇവരെ പ്രോബ്ലം എന്താണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് അനലൈസ് ചെയ്യുന്ന ആ പ്രോബ്ലത്തിന് കാരണമായ ഇഷ്യൂസ് എന്താണ്, പിന്നെ ആ ഇഷ്യൂകളിൽ മെയിൻ ഇഷ്യൂ ഏതാണ്, ഏത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആകുന്നില്ല. ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ഇഷ്യൂസ് ഉണ്ട്. ഈ എബിലിറ്റി രണ്ടാമത്തെ എബിലിറ്റി ആണ്. ഇപ്പൊ ഉദാഹരണം പറയാം, ഡ്രിങ്കിങ് ഒരു പ്രോബ്ലം ആണത്. അതിന് കണക്റ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. അയാൾ എന്തുകൊണ്ട് മദ്യപാനിയായി, ആ ഇഷ്യൂസ് മനസ്സിലാക്കണം. അത് ഇവർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വൈഫിന്റെ സംസാരം, അമ്മയുടെ സംസാരം, ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ, അതല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഓഫീസറിന്റെ അല്ലെങ്കിൽ കൊളീഗ്സിന്റെ, ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടും ഒരാൾ മദ്യപാനിയാവാം. ചില പ്രശ്നങ്ങൾ ചിലവർക്ക് നേരിടാൻ പറ്റാതെ വരുമ്പോൾ അവർ റിസോർട്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഈ ബോധം മറിഞ്ഞങ്ങോട്ട് പോവാ. പിന്നെ കഴിഞ്ഞല്ലോ, ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് വിഷമിക്കണ്ടോ? അതാണല്ലോ ഈ മദ്യപാനത്തിന്റെ ഒരു അടിസ്ഥാനം. എന്താണ്? ഒരു ഒളിച്ചോട്ടം. അതാണ് മദ്യപാനം, വേറെ ഒന്നല്ല. അപ്പോ പ്രോബ്ലം വൈഫ് പറയാ മദ്യപാനിയാണ്, എപ്പോഴും മദ്യപിച്ച വരുന്നത്. ദാറ്റ് ഈസ് ദി പ്രോബ്ലം ഓഫ് ദാറ്റ് പേഴ്സൺ. അപ്പൊ അത് കണക്ട് ചെയ്ത് പ്രോബ്ലം ഇതാന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ ഇഷ്യൂസ്, ഈ പ്രോബ്ലത്തിനുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കാം. അത് ഈ സംസാരത്തിലൂടെ മീഡിയേറ്റർക്ക് മനസ്സിലായി ഇന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഇഷ്യൂ ആണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായ? അതാണ് അതിന്റെ കണക്ഷൻസ് പോകുന്നത്. അപ്പൊ ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ ഏത് ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആയി എന്നുള്ള മീഡിയേറ്റർക്ക് മനസ്സിലാവണം. അതിനാണ് കേട്ടുകൊണ്ടിരുന്ന് മീഡിയേറ്റർ ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത്. ഇന്ന് ചെയ്താൽ അയാൾ ഇതാവും. ഇപ്പോൾ വീട്ടിലെ അമ്മായിമ്മയുടെയും വൈഫിന്റെയും പ്രശ്നം, അവര് തമ്മിലുള്ള പ്രശ്നം ഇയാളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നം തീർന്നാൽ മതി. അപ്പൊ ഇഷ്യൂ അവര് തമ്മിലുള്ള പ്രശ്നമായിരിക്കാം. അതല്ലെങ്കിൽ ഇയാൾക്ക് സാലറി കുറഞ്ഞ അവിടെ വീട്ടിൽ ചെലവ് കൂടുതലായിരിക്കാം, അതായിരിക്കും ഇഷ്യൂ. അപ്പൊ നമ്മൾ പോണ ആൾട്ടർനേറ്റീവ്സ് എന്താവും? വൈഫിനോടോ അമ്മയോടോ ചെലവ് ചുരുക്കാവുന്നത് ഫോക്കസിലാണോ, അതൊക്കെ പല വിധത്തിലാണ് അത് മാനേജ് ചെയ്യുന്നത്. കാര്യങ്ങൾ പറയും ഇന്നാണ് സംഗതി, അപ്പൊ നിങ്ങൾ ചെലവ് ചുരുക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യൽസ് മാത്രമാവാം. ഇങ്ങനെ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ പോയിട്ടാണ് അത് റെസൊല്യൂഷൻ പ്രോസസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അത് സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അപ്പൊ അവരോട് പറയാണ് ഈ പ്രോബ്ലം ഡ്രിങ്കിങ് മാറണമെങ്കിൽ ഇതാണ് ഇഷ്യൂ, ആ ഇഷ്യൂ സോൾവ് ചെയ്തെങ്കിൽ ഇതുവരെ ഉള്ളൂ. അതിന് ഇന്ന മാർഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ അങ്ങവരുടെ ഇൻകം കൂട്ടാം, അതല്ലെങ്കിൽ അങ്ങവരുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം. ഇങ്ങനെ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ വരും. ആ ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാനും അതിനെ പ്രേരിപ്പിക്കാൻ, കക്ഷിയെ പെർസ്യൂഡ് ചെയ്യാനുള്ള കഴിവ് ഒരു സ്കില്ലാണ് മീഡിയേറ്റർ.
മനസ്സിലായ? അതിലെ ധാർമ്മികത, പ്രിൻസിപ്പിൾസ് പലതും നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. പല വിധത്തിലും അത് നമുക്ക് ആ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷനിലോട്ട് ഇഷ്യൂ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് മീഡിയേറ്റർക്ക് പറഞ്ഞു കൊടുക്കാം. ഇഫ് പാർട്ടീസ് ആർ ഇൻകോമ്പിറ്റന്റ് അതർവൈസ്. ചില സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇതെന്താ കാര്യം, ഇയാൾ കുടിക്കുന്നതിന്റെ കാര്യം ഇന്നാണെന്ന് അവരറിഞ്ഞിട്ടാവില്ല. Just at the moment they know that this is the basic problem for their drinking. മദ്യപാനത്തിന്റെ ബേസിക് റീസൺ കാരണം ചിലപ്പോൾ അവർ തന്നെ സോൾവ് ചെയ്യും. അയ്യോ എന്നാ പിന്നെ ഞങ്ങൾ ബാഡ്നാക്കി ഞങ്ങൾ ഇന്നെ ചെയ്തോളാം അറിയും. അപ്പൊ മീഡിയേറ്റർ ഹെൽപ്പ് വേണ്ട അവിടെ. ചില കേസിൽ മീഡിയേറ്റർ ഹെൽപ്പ് തന്നെ വേണ്ടി വരും. നിങ്ങളത് ഇങ്ങനെ തന്നെ ചെയ്താൽ അത് പോകുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അതാണ് ഫെസിലിറ്റീവ് റോളിലാവുമ്പോൾ മീഡിയേറ്റർ എവിടെ എന്ത് കൊടുക്കണം എന്ന് അറിയാം. അതർവൈസ് ഇതാതിരിക്കുക. കാരണം മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് മീഡിയേറ്റർ പേഴ്സണൽ പെർസ്പെക്റ്റീവ്സ് വെച്ചുകൊണ്ട് പ്രശ്നം സോൾവ് ചെയ്ത് പാർട്ടീസിന് എന്താ ആവശ്യം ആ രീതിയിലാണ് നിന്ന് കൊടുക്കേണ്ടത്. നമ്മുടെ ഇമ്പോർട്ടൻസ് അല്ല, നമ്മുടെ പെർസ്പെക്റ്റീവിന്റെ ഇമ്പോർട്ടൻസ് അല്ല അവിടെ ഇമ്പോർട്ടൻസ് ഈസ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം ഓഫ് ദി പാർട്ടീസ് അക്കോർഡിംഗ് ടു ദെയർ വിഷസ് ആൻഡ് കൺവീനിയൻസ്. അതാണ് അവര് ഏത് രീതിയിലാണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് ഏതാണ് കൺവീനിയന്റ്, ഏതാണ് ലെസ് ബാഡ് എന്ന് വെച്ചാൽ ആ രീതിയിലോട്ട് പോവാണ്. നമുക്ക് പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ ആ പ്രോബ്ലം നമ്മളാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യുന്ന രീതിയിലായി നമ്മൾ സജസ്റ്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ ചെയ്യരുത്. ആ പ്രോബ്ലം നമ്മളാണെങ്കിൽ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാം. അറ്റ് ദി സെയിം ടൈം നമ്മളാണെങ്കിൽ അവരുടെ സാഹചര്യത്തിൽ എങ്ങനെ ഇതും കൂടി നോക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ. ആ സ്കില്ലാണ് മറ്റൊരു സ്കില്ല്. എബിലിറ്റി ടു analyze the problem, identify and separate issues involved, and frame the issues for resolution or decision making. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമ്മൾ മീഡിയേറ്റർ ഒബ്സർവ് ചെയ്യുമ്പോഴും പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോഴും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇതൊക്കെ എടുത്ത് വരുന്ന അപ്പൊ നമ്മൾ നെല്ലുമ്പതിരുത്ത് ഓരോ ഭാഗത്താക്കാണ്. ഇഷ്യൂസ് എന്ത്, പ്രോബ്ലം എന്ത്, ഇതില് എന്താണ് സൊല്യൂഷൻസ് പോകേണ്ടത്, ഇതിൽ ആരൊക്കെ പാർട്ടി വന്നാൽ ഇത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇവരറിയുന്ന പ്രോബ്ലംസ് ഉണ്ട്, അറിയാത്ത പ്രോബ്ലംസ് ഉണ്ട്, അറിഞ്ഞ ഇഷ്യൂസ് ഉണ്ട്, അറിയാത്ത ഇഷ്യൂസ്. ഇവർ കാണുന്നതിനേക്കാളും കൂടുതൽ ആ പ്രോബ്ലംസിന്റെ എല്ലാ വശങ്ങളും കാണുന്ന ഒരാൾ മീഡിയേറ്റർ ആയിരിക്കും. മനസ്സിലാവും? 10 സെക്കൻഡ്സ്. ദെൻ എബിലിറ്റി ടു യൂസ് ക്ലിയർ ആൻഡ് ന്യൂട്രൽ ലാംഗ്വേജ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ന്യൂട്രാലിറ്റി, യു ഹാവ് ടു കീപ് ദി ന്യൂട്രാലിറ്റി ഓൾ അലോങ് ദി പ്രോസസ് ഫ്രം ദി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി മീഡിയേറ്റർ ടിൽ ദി termination of or the closing of the mediation by settlement agreement. ഏതിലായാലും ഒക്കെ ന്യൂട്രാലിറ്റി ആണ് വേണ്ടത്. നമ്മൾ കോർട്ടിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒരു ഇഷ്യൂ അതാണ്. കോർട്ടിലാകുമ്പോൾ ന്യൂട്രാലിറ്റി ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മീഡിയേറ്റർ സാഹചര്യത്തിൽ മീഡിയേറ്ററുടെ ഡ്രാഫ്റ്റിലൊക്കെ ആണെങ്കിൽ ആ വേർഡിങ്ങിൽ വരെ ന്യൂട്രാലിറ്റി വേണം. ഒരാളുടെ ഫോൾട്ട് എടുത്ത് കാണിക്കുന്ന വേർഡോ മറ്റൊന്നും സെറ്റിൽമെന്റ് എഗ്രിമെന്റിൽ ആവുന്നത് ഒഴിവാക്കണം. ചിലവരുണ്ട് അങ്ങനെ, അന്ന് അതും കൂടി എഴുതാം, ഇത് നാളെ വന്നാലും ഇന്ന കാരണം കൊണ്ട് ഉണ്ടായെന്ന് പറയട്ടെ, അങ്ങനെയൊക്കെ. അപ്പൊ ആവുന്ന മീഡിയേറ്ററെ സംബന്ധിച്ച് ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുമ്പോൾ ഒരാളെ കുറ്റക്കാരനാണ് സമ്മതിക്കുകയോ വേണ്ട. നമ്മൾ മീഡിയേറ്റർ ലുക്സ് ടു ദി ഫ്യൂച്ചർ, നോട്ട് പ്രസന്റ് ഓർ ടു ദി പാസ്റ്റ്. അപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് പറയണ്ട, ഇനി എന്തെന്നുള്ള കാര്യം പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫോൾട്ടും ഡിഫക്റ്റും കാര്യങ്ങളും ഒന്നും അതിൽ വരില്ല. അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി അത് എഴുതണം എന്ന് പറയില്ല. അല്ലെങ്കിൽ ചിലവർ എഴുതാൻ പറയും, അത് സമ്മതിച്ചിട്ടുണ്ടവർ, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ അപ്പോളജി എഴുതാൻ പറയും, അത് പറയാം. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അപ്പോളജി ചോദിച്ചു എന്ന് പറയാം. സംഭവിച്ച എന്താണെന്ന് അവിടെ പറയാതിരിക്കായിരിക്കും നല്ലത്. അപ്പൊ ആ രീതിയിലും ടാക്കിൾ ചെയ്യാം. ന്യൂട്രാലിറ്റി ഓൾ അലോങ് ദി mediation is very important. Neutrality in words, neutrality in procedure, neutrality in language, neutrality in considering the issues everywhere and anywhere. Okay. Then sensitivity to strongly felt values of the disputants, including gender, ethnics and cultural differences. നമ്മൾ മുന്നിൽ വരുന്ന ആൾക്കാരുടെ ജെൻഡർ, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ആവുന്നതും അവർക്ക് ചെറിയൊരു സെൻസിറ്റീവ് ഇഷ്യൂസ് അവരെ മാനത്തെ ബാധിക്കുന്നതോ മറ്റു വിധത്തിലൊക്കെ ഉണ്ട്. ഉള്ളിരിക്കങ്ങൾ ആ രീതിയിൽ ചെയ്യാണ്. അവരെ പവർ ഇംബാലൻസ് ഉള്ള സാഹചര്യം ആണെങ്കിൽ മീഡിയേറ്റർ പ്രൊട്ടക്ട് ചെയ്യണം. അത് കുറച്ചുകൂടി മാന്യമാവും. അപ്പോൾ അത് നമുക്ക് ആ ലാംഗ്വേജ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പറയല്ലേ, ഈ രീതിയിൽ പറയാം. ഇപ്പോൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു വേർഡ് പറഞ്ഞ് അവസാനം അപ്പോളജി പറഞ്ഞില്ലേ, ആ വേർഡ് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസ് ആ പറഞ്ഞ ആളെ സംബന്ധിച്ച് ശരിയാണോ ഇല്ല എന്നുള്ള അവിടെ ഇഷ്യൂ അല്ല.
ആ വേർഡ് അവിടെ ഉപയോഗിക്കരുത്. അതാണ് മീഡിയേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ആ വക കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് പറയണം. ഇപ്പോൾ കാസ്റ്റുകൾ, ഒരു ഹയർ കാസ്റ്റും ലോവർ കാസ്റ്റും തമ്മിലിരിക്കുകയാണ്. ഹയർ കാസ്റ്റ് അവന്റെ ആ പദവി എടുത്തുകൊണ്ട് മറ്റാളെ അവഹേളിക്കുന്ന വിധത്തിൽ വരികയാണെങ്കിൽ ചിലപ്പോ ഈ യജമാനനോ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് ആയിരിക്കുമെങ്കിൽ മറ്റാൾ ടെനന്റ് ഒന്നും പറയില്ല. പക്ഷെ മീഡിയേറ്റർ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ മീഡിയേഷന് റാപ്പോ അത്ര അധികം കിട്ടും. പെട്ടെന്ന് കക്ഷി ഓപ്പൺ ആവും, കാര്യങ്ങൾ കുറേ കൂടി ആവും. എന്ന് വെച്ചാലും പറഞ്ഞ ആൾ അവഹേളിച്ചുകൊണ്ടല്ല, ന്യൂട്രാലിറ്റി തന്നെ. അത് വളരെ ടാക്റ്റ്ഫുള്ളി ആണ് ചെയ്യേണ്ടത്. മറ്റാളെ അവഹേളിച്ചുകൊണ്ടല്ല, അയാളോട് സന്തോഷത്തോടുകൂടി തന്നെ അയാളെ പൊക്കിക്കൊണ്ട് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണെങ്കിലും നമ്മളത് ഇപ്പൊ ഈ പ്രോസസ്സല്ല, നമ്മളത് അങ്ങനെ ഉപയോഗിക്കല്ല. അത് ഇത് കോട്ടന്റെ ഭാഗമല്ല, നമുക്ക് എല്ലാവർക്കും മാറ്റി അങ്ങനെ വളരെ ടാക്റ്റ്ഫുള്ളി. അപ്പൊ അയാൾക്കും വളരെ ഡിഗ്നിഫൈഡ് ആയിരിക്കും ആ പാർട്ടി. അപ്പോൾ അത് കൾച്ചർ എത്നിക്സ് ഇത് നമ്മളെ സംബന്ധിച്ച് പല കൾച്ചറിലുണ്ട്. ഇപ്പോൾ ഒരു ആദിവാസി ഇരിക്കുന്ന ഇപ്പുറത്ത് വേറെ ആളെങ്കിൽ ആ രീതിയിലൊന്നും പറയാൻ സമ്മതിക്കാനും പറ്റില്ല. അപ്പൊ എല്ലാം കണ്ടുകൊണ്ട് അത് അവരുടെ ഫീലിങ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിന്റെ സെൻസിറ്റീവ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനുള്ള ആ എബിലിറ്റി മീഡിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് എബിലിറ്റി ടു ഡീൽ വിത്ത് കോംപ്ലക്സ് ഫാക്ച്വൽ മെറ്റീരിയൽസ്. അത് ചില കേസുകളിൽ പാർട്ടീസ് പറയുന്ന കാര്യം ചിലപ്പോൾ പാർട്ടീസിന് തന്നെ അറിയില്ല എന്താണെന്നുള്ളത്. അത് പറഞ്ഞ് കോംപ്ലിക്കേഷനാക്കി ഒരുത്തിലെത്താത്ത വിധത്തിൽ പോകും. അപ്പൊ നോർമലി മീഡിയേറ്റേഴ്സ് ചെയ്യുന്ന ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ വഴി ഫ്രാക്ഷൻ ചെയ്യണം. ഫ്രാക്ഷൻ ചെയ്യണം വെച്ചാൽ ഒരു ഫാക്ച്വൽ ഇഷ്യൂസ് പറയാണ്, ഒരു കോൺട്രാക്ട്, സബ് കോൺട്രാക്ട്, പിന്നെ അതിന്റെ വീണ്ടും അഡീഷണൽ കോൺട്രാക്ട്സ്, ഇങ്ങനെയൊക്കെ പലത് കൊടുത്ത് ഒരു മെയിൻ കോൺട്രാക്റ്റിൽ ഒരു 100 കോൺട്രാക്ട് പറയും. എന്നിട്ട് അതിൽ ചിലതിന്റെ വയലേഷൻ പറയും, ചിലതിന്റെ നോൺ വയലേഷൻ പറയും. അപ്പൊ എവിടെയാണ് ഇതിന്റെ ബ്രേക്ക്, എവിടത്തെ വയലേഷനാണ് ഈ മെയിൻ കോൺട്രാക്റ്റിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ താഴെ പോയ സബ് കോൺട്രാക്ടിന്റെ വയലേഷൻസ് ഇതിനെ ബാധിക്കുന്നത്, ഇതൊന്നും പിടിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മള് ഫാക്ഷൻ ചെയ്യാം, മെയിൻ കോൺട്രാക്ടിന്റെ കാര്യങ്ങൾ ചോദിക്കുക. ശരി, ഇനി ഇതിൽ നിന്ന് ഇതിനോട് അനുബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ട് എന്തുവാ ഒന്നുകൂടി പറയാനാ? ഈ ഫ്രാക്ഷനിന്റെ കാര്യമാണോ? ആര്? അതുൽ അല്ലേ? അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ കോൺട്രാക്ച്വൽ കേസുകളാണെങ്കിൽ മെയിൻ കോൺട്രാക്ട് ഉണ്ടാവാം, അതിൽ നിന്ന് പിന്നെ സബ് കോൺട്രാക്റ്റുകൾ പലതുണ്ടാവാം. സബ് കോൺട്രാക്ട് ആണെങ്കിൽ ചിലപ്പോൾ ട്രൈ പാർട്ടി കോൺട്രാക്ട് ആയിരിക്കില്ല. അതായത് മെയിൻ കോൺട്രാക്റ്റിലെ ആളായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഒരു സബ് കോൺട്രാക്ടർ വേറെ ആൾക്ക് വീണ്ടും സബ് കോൺട്രാക്ടർ കൊടുത്തിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഈ കഥകൾ പിന്നെ അവരും വലിയ വലിയ കോൺട്രാക്ട് ആണെങ്കിൽ സബ് കോൺട്രാക്ട് ഇഷ്ടംമാതിരി ഉണ്ടാവാം. ഇപ്പോൾ ഒരു വലിയൊരു പോട്ടന്റ് ആണെങ്കിൽ പല വിധത്തിലുള്ള കോൺട്രാക്ട് കൊടുക്കേണ്ടി വരും. കോൺട്രാക്ട് ഫോർ പാറ തരുന്നതിന്, സ്റ്റീല് തരുന്നതിന്, സിമെന്റ് തരുന്നതിന്, ലേബേഴ്സിന് തരുന്നതിന്. ഇതിൽ പലതും മെയിൻ കോൺട്രാക്ടറായിട്ട് അവരുടെ കൺസെന്റോടുള്ള കോൺട്രാക്ട് ആവില്ല. പലതും അയാൾക്ക് ലയബിലിറ്റി ഇല്ലാത്തായിരിക്കും. പക്ഷെ ഈ സെക്കൻഡ് കോൺട്രാക്റ്റിലുള്ള ആള് മറ്റു കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ തേർഡ് കോൺട്രാക്ട് വിചാരിക്കും ഫസ്റ്റ് കോൺട്രാക്റ്റായിട്ട് ബന്ധം ഉണ്ടാക്കാമെന്ന്. ഈ കോംപ്ലിക്കേഷൻസ് ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആർക്കും പിടികിട്ടില്ല, പലപ്പോഴും പിടികിട്ടില്ല. പലപ്പോഴും അത് ഫ്രാക്ഷൻ ചെയ്ത് പറയേണ്ടി വരും. ഇന്നുണ്ട്, അതിൽ നിന്നുണ്ടായ കോൺട്രാക്റ്റാണ് ഇപ്പൊ, ഞാനാണ് ആ കോൺട്രാക്ടർ. അത് കഴിഞ്ഞ് ഞാൻ അതിൽ ഇന്ന ഭാഗം ഇന്നയാൾ കൊടുത്തു, ഇന്ന ഭാഗം ഇന്നയാൾ കൊടുത്തു. അങ്ങനെ ഫ്രാക്ഷൻ ചെയ്ത് കണക്റ്റഡ് ആയിട്ടുള്ളതിനെ മുഴുവൻ ഒന്നിൽ നിർത്താം. കണക്റ്റിലാത്ത മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഇഷ്യൂസും കിട്ടും. കാരണം ഇത് മുഴുവനും ഫസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കോൺട്രാക്ട് ഇരിക്കുന്നുണ്ടാവും, അതും അതിന് സൊല്യൂഷൻ, ബാക്കിയുള്ള സബ് കോൺട്രാക്ടിന്റെ സൊല്യൂഷൻ അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ ഇവർ അയാളിൽ നിന്ന് ചോദിക്കും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രാക്ട് ചെയ്ത് പറഞ്ഞാൽ ഇത് വേറെയാണ്, അത് വേറെയാണ്, അതിന്റെ സൊല്യൂഷൻ ഇന്ന ആൾക്കാർ കൂടി ഉണ്ടാക്കണം, ഇതിന്റെ സൊല്യൂഷൻ ഇന്ന ആൾക്കാർ ഉണ്ടാക്കണം. ഞാനൊരു എക്സാമ്പിൾ കോൺട്രാക്ടിന്റെ പറഞ്ഞു മാത്രം. ഇതേമാതിരി പാർട്ടീഷനും വരാം. പാർട്ടീഷൻ ഇഷ്ടംമാതിരി പ്രോപ്പർട്ടികൾ ഉണ്ടാവാം. അത് ഇഷ്ടംമാതിരി പ്രോപ്പർട്ടി മാത്രമല്ല, പല ഡിവിഷനിലുള്ള താക്കുകൾ എന്നാണ് നമ്മുടെ മലയാളത്തിൽ പറയാ. ഒരു തലമുറ, രണ്ടാമത്തെ തലമുറ, 3 തലമുറ, ഇങ്ങനെ 3 തലമുറയിൽ തന്നെ പല തലമുറകൾ ഉണ്ടാവാം. അതിൽ തന്നെ ചിലവർ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെ ആൾക്കാർക്ക് വീണ്ടും ഡിവിഷൻസ് വരാം. മനസ്സിലായ? പിന്നെ 1 2 ആൾ മരിച്ചിട്ടുണ്ടാവും, ഒരാൾ മരിച്ചു, അവന്റെ മകൻ മരിച്ചു, പിന്നെയും മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇവർക്കുള്ള ഡിവിഷൻ വരുമ്പോൾ ഫ്രാക്ഷൻസ് ഉള്ളതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ആകെ ഒരു ഷെയർ ഉള്ളത്
അത് അയാൾ മരിച്ച ആളെ 10 ancestors ഉണ്ടെങ്കിൽ 10 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. ആ 10 ആൾ ഡിവൈഡിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 9/1 വെച്ചിട്ട് ബാക്കിയുള്ള ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. ആ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഫ്രാക്ഷൻ ചെയ്ത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൊണ്ടുവേണം റെസൊല്യൂഷന് ഇഷ്യൂസ് ചെയ്യാൻ. അപ്പൊ ആ ഒരു കഴിവും മീഡിയേറ്റർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞത്. എബിലിറ്റി ടു ഡീൽ വിത്ത് കോംപ്ലക്സ് ഫാക്ച്വൽ മെറ്റീരിയൽസ്, ഫാക്ച്വൽ കേട്ടോ. Then presence and persistence, that is an overt commitment to honesty, dignified behavior, respect for the parties, and ability to create and maintain control over the diverse group of disputant. നമ്മളത് പറയുകയാണെങ്കിൽ ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയാം. മീഡിയേറ്റർ ഇസ് ദി മാസ്റ്റർ ഓഫ് ദാറ്റ് പ്രോഗ്രാം. മീഡിയേറ്റർ ആണ് തീരുമാനിക്കുന്നത് ഗ്രൗണ്ട് റൂൾസ് എന്ത് എങ്ങനെ വേണം എന്തുള്ളത്. ഗ്രൗണ്ട് റൂൾസ് വയലേഷൻ വന്ന മീഡിയേറ്റർ ആവുന്നതും ഗ്രൗണ്ട് റൂള് അത് റെസ്റ്റോർ അല്ലെങ്കിൽ ഒബേതിന് ശേഷം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ മീഡിയേറ്റർക്ക് ഫ്ലോർ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ആ വരുന്ന അയാളെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത്, അത് നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചുള്ള ടാക്ലിംഗ് അല്ല, ഫോഴ്സ് ഇൻ ദി സെൻസ് ഓഫ് ഡിഗ്നിഫൈഡ് മാനർ, മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഫ്ലോർ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം, അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശക്തമായി അപ്പൊ പറയാൻ പറ്റും ഇതാണ് സംഗതി, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പാർട്ടിക്ക് റെസ്പെക്ട് കൊടുക്കുക. അവർ ഇൻ കേസ് മീഡിയേഷൻ എവിടെയെങ്കിലും ബ്രേക്ക് ആവുകയാണെങ്കിൽ പാസ് ആവുകയാണെങ്കിൽ എന്തുകൊണ്ടെന്നുള്ളത് ചോദിച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് മീഡിയേറ്ററുടെ ഒരു ജനറൽ ക്വാളിറ്റിയാണ്. പിന്നെ എബിലിറ്റി ടു ഐഡന്റിഫൈ ആൻഡ് സെപ്പറേറ്റ് ന്യൂട്രൽ പേഴ്സണൽ വാല്യൂസ് ഫ്രം ഇഷ്യൂസ് അണ്ടർ ദി കൺസിഡറേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. മീഡിയേറ്റർക്ക് പല കാര്യത്തിലും പല വാല്യൂസ് ഉണ്ടാവാം. നമ്മൾക്ക് ധാർമ്മികമായി നോക്കുന്ന മീഡിയേറ്ററിന് ചില കാര്യം അയ്യോ അതിപ്പോ അച്ഛന് ഭക്ഷണം കൊടുക്കുന്നതിന് മകന് പൈസ കൊടുക്കുന്നത് പറയാൻ പറ്റുമോ, അത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ അവരുടെ തീരുമാനം അങ്ങനെയാണ് ഒരു കണ്ടീഷനെങ്കിൽ നമ്മളത് നോക്കണ്ട. നിങ്ങൾ അല്ലെങ്കിൽ അച്ഛന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ബാധ്യസ്ഥനല്ലേ, നിങ്ങൾ എന്തിനാ അതിന് പൈസ വാങ്ങണം, അതിനെന്തിനാ സ്വത്ത് എഴുതി വാങ്ങണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർ സോൾവ് ആയെങ്കിൽ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് അവരെ സൊല്യൂഷനായിട്ട് ഇന്റർഫിയർ ചെയ്യേണ്ട. അത് സൊല്യൂഷന്റെ ഭാഗമായിട്ടും മറ്റു വിധത്തിൽ അത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് വേണം. എപ്പോഴാന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് അഗേൻസ്റ്റ് പബ്ലിക് പോളിസി ആണെങ്കിൽ മീഡിയേറ്റർ അത് വേണ്ട എന്ന് പറയാം. ഇതിപ്പോ അഗേൻസ്റ്റ് പബ്ലിക് പോളിസി ഒന്നുമില്ല, അച്ഛൻ്റെ തിറ്റ കൊടുക്കുന്നതിനും പ്രതിഫലം വാങ്ങുന്നുള്ളൂ, കാരണം അച്ഛൻ്റെ കയ്യിലുണ്ട് ഉള്ളതുകൊണ്ട് ആവാം. അതല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്തതാണ് വേറെ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വെച്ചാൽ അത് പറഞ്ഞാലും അങ്ങനെ ആവാം. പക്ഷെ പ്രൊവൈഡഡ് അവർക്ക് യാതൊരു വിധത്തിലും അത് അവരൊരു പ്രോബ്ലമായ അച്ഛനെ ബാധിക്കുന്നില്ലെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. പക്ഷെ അത് മറ്റേതാണെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് പബ്ലിക് പോളിസി ആണ്. കാരണം കഴിവില്ലാത്ത അച്ഛനെ നോക്കാൻ മകൻ ബാധ്യസ്ഥനാണ്. കഴിവുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുത്താലും വേണ്ടില്ല, സ്വത്ത് കുറച്ച് പോട്ടെ എന്ന് വെച്ച് മകൻ ചെയ്യാനാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് ഇതായിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ദെൻ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് പവർ ഇംബലൻസ്. ഇരിക്കുന്ന ആള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നോർമലി പാർട്ടീസ് വരുന്നത് ലോയേഴ്സ് ആയിട്ടായിരിക്കും കോർട്ട് ആൻഡ് എക്സിറ്റ് മീഡിയേഷൻ ആണെങ്കിൽ. പ്രൈവറ്റ് മീഡിയേഷൻ അത് ഉണ്ടാവണമെന്നില്ല. കോർട്ട് ആൻഡ് എക്സിറ്റ് മീഡിയേഷനിലെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ, പാർട്ടീസ് ഫസ്റ്റ് ദെൻ ലോയേഴ്സ്. കോടതിയിലാണെങ്കിൽ ലോയർ ഫസ്റ്റ് ദെൻ പാർട്ടി. പാർട്ടി ബാക്കിലാണ് ഇരിക്കേണ്ടത്, ലോയർ മുന്നിൽ. ഇവിടെ ആണെങ്കിൽ പാർട്ടി മുന്നിൽ, ലോയർ അപ്പുറത്ത്. അത് ചില സാഹചര്യങ്ങളിൽ ഒരു പാർട്ടിക്ക് ലോയർ ഉണ്ടാവും, ഒരു പാർട്ടിക്ക് ലോയർ ഉണ്ടാവും. ലോയർ ഇൻ ദ സെൻസ് ലോയർ ഉണ്ടായിരിക്കും, അപ്പ പ്രസന്റ് ആയിരിക്കില്ല. അവരെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു പാർട്ടി ലോയറോട് സഹിതം വന്നിട്ട് മറ്റേ പാർട്ടി ലോയർ കോടതിയിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദി ടൈം ബീയിങ് നമ്മളപ്പോൾ ആ പവർ ഇംബാലൻസ് മനസ്സിലാക്കണം. മറ്റേ കക്ഷിക്ക് അവരുടെ ലോയർ ഇല്ലാതെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം, ഇനി എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ പതുക്കെ പറയാം, മറ്റേ ലോയർ പറയാം ഒരു കാര്യം ചെയ്യൂ, മറ്റേ ലോയർ വരുമ്പോൾ ഇരിക്കാൻ, രണ്ടു കൂട്ടി ഒരുമിച്ച് നമുക്ക് ഇരുന്നാൽ മതി, അതുകൊണ്ട് ഇപ്പൊ താങ്കളൊന്ന് പുറത്ത് പറ്റിയോ അല്ലെങ്കിൽ മറ്റു പണികളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി, മറ്റേ ലോയർ വരുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറയാം. അങ്ങനെ പവർ ഓഫ് ബാലൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ പാർട്ടി ഇല്ലാത്ത ഒരാള്, ഡിസ്പ്യൂട്ടിൽ പാർട്ടി ഇല്ലാത്ത രണ്ടാൾക്കാർ വന്നിരിക്കുകയാണ്. നെസസറി പാർട്ടീസ് ഉണ്ട്, അതുകൂടാതെ അഡീഷണൽ പാർട്ടീസ് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആ അഡീഷണൽ പാർട്ടി മറ്റേ പാർട്ടിക്ക് ഓപ്പൺ ആവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാന്ന് നിൽക്കുക. കാരണം അയാളെ പേടിയായിരിക്കാം, ചിലപ്പോൾ അയാൾ ത്രെട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കായിരിക്കാം. ത്രെട്ട് ഇൻ ദ സെൻസ്
പ്രസൻസിലൂടെയുള്ള ത്രെട്ട്, വോക്കൽ ടെസ്റ്റ് ത്രെട്ട് ഉണ്ടായിരിക്കില്ല. പക്ഷെ മീഡിയേറ്റർ മനസ്സിലാവണം, അത് ചോദിക്കും വേണം, ഇത് നെസസറി പാർട്ടി ആണോ എന്ന് ചോദിക്കുക. അപ്പൊ ഈ ഇവിടെ ത്രെട്ട് ഉണ്ടോ ഇല്ല നമ്മൾ നോക്കുന്നതിന് മുന്നേ നെസസറി പാർട്ടി ആണോ നോക്കാം. നെസസറി പാർട്ടി അല്ലെങ്കിൽ പുറത്തിരിക്കാൻ തന്നെ പറയണം. പിന്നെ ചിലർക്ക് ഭർത്താവ് ഇരിക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, അവിടെ പവർ ഇംബാലൻസ് കാണിക്കാം. അങ്ങനെ വരുമ്പോഴും നമ്മൾ അത് കോക്കസിലോട്ട് ചില കാര്യങ്ങൾ കോക്കസിൽ പറഞ്ഞാൽ എന്ന് പറയാം. അപ്പൊ പവർ ഇംബാലൻസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏത് കക്ഷി എപ്പോൾ പറയണം, എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ചില കക്ഷി അമ്മായിമാരും വില്ലേജ് അമ്മായിമാരും കുറ്റം പറയാൻ പറ്റാതുണ്ടോ പേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോക്കസ് ആവാം, അല്ലെങ്കിൽ അവരോട് ഒറ്റയ്ക്ക് പറയാം. അപ്പൊ പവർ ഇംബാലൻസ് പല വിധത്തിലുണ്ട്. ഞാനിത് 2 എക്സാമ്പിൾ പറഞ്ഞു മാത്രം. പവർ ഇംബാലൻസ് പല വിധത്തിലും വരാം. ഒരു പോലീസ് ഓഫീസർ മീഡിയേഷനിൽ പങ്കെടുക്കേണ്ടതായിട്ട് വന്ന അയാൾ ഇരിക്കുകയാണെങ്കിൽ ഇപ്പുറത്തുള്ളത് റിവീൽ ചെയ്യേണ്ട കാര്യം അയാളെ പ്രസൻസ് റിവീൽ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പേടിച്ച് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറയാൻ ചില പോലീസിന്റെ പേടിയുള്ളവരെ കക്ഷിയാണ്ടിരിക്കുമെങ്കിൽ പേടിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ എന്ത് പവർ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണം. കാരണം കക്ഷി ഒരു പ്രഷറിലാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രഷർ അവിടെ ഉണ്ടെങ്കിൽ കക്ഷി ഒരിക്കലും ഓപ്പൺ ആവില്ല, നമുക്കൊന്നും സൊല്യൂഷൻ കിട്ടില്ല, ഒന്നും സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫാക്ച്വൽ ഓപ്പണിങ് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പവർ ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ടത്. ഇതാണ് ജനറൽ സ്കിൽ ഓഫ് ദി മീഡിയേറ്റർ, ദാറ്റ് മീൻസ് ന്യൂട്രൽ. ഇനി അടുത്തത് വരുന്നത് സ്കിൽ യൂസ് സ്പെസിഫിക്കലി ഇൻ മീഡിയേഷൻ. മീഡിയേഷനിൽ വേണ്ട മറ്റ് സ്കില്ലുകളുണ്ട്. ഇത് ജനറൽ സ്കില്ലാണ് ആസ് എ മീഡിയേറ്റർ എന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി നെഗോഷിയേഷൻ പ്രോസസ് ആൻഡ് റോൾ ഓഫ് അഡ്വക്കസി. നെഗോഷിയേഷൻ പ്രോസസ്സ് ഞാൻ എടുക്കാൻ പോകുന്നുള്ളൂ. നെഗോഷിയേഷൻ പ്രോസസ്സ് 3 വിധത്തിലാണ് വരുന്നത്: സ്റ്റൈൽ ഓഫ് ദി പാർട്ടി, കോൺഫ്ലിക്റ്റിംഗ് സ്റ്റൈൽ ഓഫ് ദി പാർട്ടി, ബാർഗൈനിങ് സ്ട്രാറ്റജീസ് ഓഫ് ദി പാർട്ടി, നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ് ഓഫ് ദി പാർട്ടി, സ്റ്റൈൽ ഓഫ് ദി മീഡിയേറ്റർ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നെഗോഷിയേഷൻ സ്ട്രാറ്റജി വരുന്നത്. അപ്പൊ ഈ പാർട്ടീസിന്റെ ബാർഗെയിൻ സ്ട്രാറ്റജീസ് ആൻഡ് നെഗോഷിയേഷൻ സ്റ്റൈൽ ഓൺ കോൺഫ്ലിക്റ്റിംഗ് സ്റ്റൈൽസ് മനസ്സിലാക്കിയിരിക്കണം മീഡിയേറ്റർ. എങ്കിൽ മാത്രമാണ് ഏത് രീതിയിലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയാം, 6 ടൈപ്പ് നെഗോഷിയേഷൻ പാർട്ടീസ് ഉണ്ട്, നെഗോഷിയേഷൻ സ്ട്രാറ്റജി എടുക്കുന്നവരുണ്ട്. ചിലര് നിന്റെ വഴി എന്ന് പറഞ്ഞത് കോംപ്രമൈസ് ആണ്, കോപ്പറേറ്റീവ് ആണ്. എന്തിനും ശരി, നീ ഇത്ര എടുത്തോ, ബാക്കി ഇത്ര ഇട്ടല്ല, അത് ശരി, എനിക്കത് മതി, അങ്ങനെ സൊല്യൂഷൻ ചെയ്ത് യുവർ വേ എന്ന് പറയും. പിന്നെ ചിലര് നമ്മുടെ വേന്നുണ്ട്, ശരി നമുക്കിത് എല്ലാവരും കൂടിയിട്ട് എടുക്കാം, ഇത്രയുണ്ട് ഇത്രയുണ്ട്, അപ്പൊ ഇത്ര കുറവാണ്, അത് കുഴപ്പമില്ല, കുറവ് എല്ലാവരും കൂടി എടുക്കാം, ഈ രീതിയിൽ പറയുന്നുണ്ട്, അവർ വേ. പിന്നെ വരുന്നത് കോമ്പറ്റേറ്റീവ് ആണ്, മൈ വേ, എനിക്ക് എത്ര കിട്ടണം ഇത് പറഞ്ഞിരിക്കും, മറ്റുള്ളവർക്ക് എത്ര എന്നറിയില്ല, അത് ആ ഒരു സ്റ്റൈൽ ഉണ്ടാവും. പിന്നെ ചിലർ വരും കോംപ്രമൈസിങ്, എന്തായാലും വേണ്ട ഇത് തീർന്നാൽ മതി എന്നുള്ളത്, അത് എനിക്ക് കിട്ടാണ് നിങ്ങൾക്ക് കിട്ടാണ് എന്തെല്ലാം എങ്ങനെയായാലും വേണ്ട അത് തീർന്നാൽ മതി, അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ചിലര് വേറൊരു കാറ്റഗറി ഉള്ളത് ആരെ വഴിക്കില്ല, എനിക്കും വേണ്ട നിങ്ങൾക്കും വേണ്ട, നോവേ, അടുത്ത കാറ്റഗറി അതാണ്. പിന്നെ 6th കാറ്റഗറി ഒരെണ്ണുണ്ട്, അത് കുറേ കൂടി ഇതാണ്. അവരെന്ന് വെച്ചാൽ എല്ലാത്തിനും സഹകരിക്കും, ഒക്കെ റെഡിയാണ്, സെറ്റിൽമെന്റ് അഗ്രിമെന്റ് ഒപ്പിടേണ്ട സമയം വന്നാൽ അവരെത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പുതിയ കാര്യങ്ങൾ അപ്പെടുത്തും, അതങ്ങനെ ചെയ്താൽ പറ്റില്ല, ഞാനത് സമ്മതിച്ച് ഇതാണ് ഇതിങ്ങനെ ഇടണം, ഇങ്ങനെ നോൺ എൻഡിങ് പ്രോസസ്സായിട്ട് അവർ വീണ്ടും യാതൊരു കാരണവശാലും എല്ലാം അവസാനിച്ച് എല്ലാം ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പിന്നെ ഇവർക്ക് വേറെ സ്ട്രാറ്റജി ഒന്നും എടുക്കാനില്ലെങ്കിൽ ചിലപ്പോൾ സെറ്റിൽമെന്റ് സൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു റെഗുലേറ്റേഴ്സ് എന്ന് പറയാം, അവരെ ഈ തെന്നി മാറി പോകുന്നവർ. ഇങ്ങനെ 6 കാറ്റഗറിയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മീഡിയേറ്റർ കാര്യങ്ങൾ പോകാം. പിന്നെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിൻ ആൻഡ് ഇന്റഗ്രേറ്റീവ് ബാർഗെയിൻ. ഒരു വസ്തു ധാർമ്മിക അടിസ്ഥാനത്തിൽ വീതിക്കാന്നുള്ളത്, അതിപ്പോ നമ്മൾ കോമൺ പാർട്ടീഷൻ വേണമെങ്കിൽ അത് പറയാം, അത് മാത്രമേ ധാർമ്മിക അടിസ്ഥാനം വയ്ക്കുള്ളൂ. ഇപ്പൊ ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ് ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഡിസൊല്യൂഷൻ ഓഫ് ഫേംസ് ഒക്കെ ആണെങ്കിൽ ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ് വരാം. പിന്നെ അതേമാതിരിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട് ഒക്കെ ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ് വരാം. ബാക്കിയുള്ളതിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗെയിനിങ് വരാം. ബാക്കി ഈ പാർട്ടീഷൻ ആയാലും ഇന്റഗ്രേറ്റീവ് ബാർഗെയിനിങ് നടക്കും.
അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ പിന്നെ ആ ഫിക്സഡ് പൈ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഇഷ്യൂ മാത്രമേ വരുള്ളൂ. അവിടെയാണ് ഇംബാസ് വരുന്നത്. മൂല്യം എത്ര എന്നുള്ളത് വരില്ല. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടീവ് ബാർഗൈനിൽ മൂല്യം എത്ര എന്നുള്ള വരും. അവിടെ മൈ വേ, യുവർ വേ, അവർ വേ എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് വെച്ച് ഭയങ്കര കോംപ്ലിക്കേഷൻ ഇംബാസ് എപ്പോഴും വരാം. അപ്പൊ ഇംബാസെ ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, എന്ത് ആൾട്ടർനേറ്റീവ്സ് എടുക്കണം എന്നുള്ള ആ സ്കില്ല് മീഡിയേറ്റർക്ക് അറിയണമെങ്കിൽ നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ് ആൻഡ് നെഗോഷിയേഷൻ സ്റ്റൈൽ ഓഫ് ദി പാർട്ടീസ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നെഗോഷിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പ്രത്യേക സ്കില്ലാണ്. ദെൻ എബിലിറ്റി ടു ഏൺ ട്രസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ അക്സെപ്റ്റബിലിറ്റി. അതായത് മറ്റുള്ളവർക്ക് നമ്മൾ സ്വീകാര്യതായിരിക്കണം, മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വാസം ഉണ്ടാവണം. അത് ഫോർമോസ്റ്റ് ക്വാളിറ്റി ഓഫ് ദി മീഡിയേറ്റർ ആണ്. അതില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് വിശ്വാസം കാണിക്കുകയോ നമ്മുടെ കഴിവിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല മീഡിയേറ്റർക്ക്. അപ്പൊ അത് ഉണ്ടാക്കാൻ, അതിനാണ് നമ്മൾ എസ്റ്റാബ്ലിഷിങ് ക്രെഡിബിലിറ്റി. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ടു എസ്റ്റാബ്ലിഷ് ദി ക്രെഡിബിലിറ്റി ആൻഡ് ഫിക്സ് ദി ഗ്രൗണ്ട് റൂൾ. ഗ്രൗണ്ട് റൂൾ പറയണമെങ്കിൽ നമ്മൾ വിശ്വാസം വേണമെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കുള്ളൂ, ഇന്നയാൾ പറയാൻ പാടുള്ളൂ എങ്ങനെയാ. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയിൽ അവർക്ക് വിശ്വാസം വേണം, ക്രെഡിബിലിറ്റിയും വേണം, നമ്മൾ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. റാപ്പോ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാലും അത് വേണം. നമ്മളൊരു അടുപ്പം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ അവൾ ഓപ്പൺ ആവുള്ളൂ. നമ്മൾ പറഞ്ഞ കുറെ സജഷൻസ് ഒക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ എപ്പോഴെപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും, നാം പറഞ്ഞ് കേൾക്കാൻ നിൽക്കില്ല, മീഡിയേഷൻ അലങ്കോലായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു എബിലിറ്റി ടു ട്രസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ അക്സെപ്റ്റബിലിറ്റി, അതല്ലെങ്കിൽ അത് ഉണ്ടായിരിക്കണം. അത് വളരെ മസ്റ്റാണ്. അതിന് ആ രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. ദെൻ എബിലിറ്റി ടു കൺവേർട്ട് പാർട്ടീസ് പൊസിഷൻ ഇൻ ടു നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് പാർട്ടീസ് ഒരു സംഗതി വരുമ്പോൾ വാട്ട്, ഹൗ, വെൻ, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഡിസ്പ്യൂട്ടിൽ നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദി സബ്സ്റ്റൻസ് ഓഫ് ദാറ്റ് ഡിസ്പ്യൂട്ട്. ആ വാട്ടിനെയാണ് നെഗോഷിയേറ്ററിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വാട്ട് മീൻസ് ദി കൺസേൺ. ആ കൺസേൺ ആണ് നമ്മളിവിടെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ആ കൺസേൺ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഹൗ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടീസിന്റെ പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ഹൗ, എനിക്ക് ലയബിലിറ്റി ഒന്നും ഇല്ല എന്ന് പറയും. മറ്റാൾ പറയും ഇല്ല എനിക്ക് തരാനുണ്ട് എന്ന് പറയും. അതാണ് പൊസിഷൻ. ആ ഹൗ ആണ്. ഹൗ എന്ന് പറഞ്ഞാൽ എനിക്ക് ലയബിലിറ്റി ഇല്ല, കാരണം ഞാനൊന്നും കൊടുക്കാനില്ല. അപ്പൊ അയാൾ എനിക്ക് ഇത്ര രൂപ തരാനെന്ന് പറഞ്ഞാൽ ഹൗ, എത്ര, എങ്ങനെ, ആ ചോദ്യങ്ങളാണ് ഈ പൊസിഷൻ നിശ്ചയിക്കുന്നത്. അതല്ലെങ്കിൽ ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. എനിക്ക് ഇത്ര തന്നെങ്കിലേ തീരുള്ളൂ. അപ്പൊ അതാണ് പൊസിഷൻ. ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷനായി. അടുത്തത് വരുന്ന വൈ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആൻഡ് നീഡാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊസിഷനെ ഇൻട്രസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് വേണം മീഡിയേറ്റർ റെസൊല്യൂഷൻ നടത്തണമെങ്കിൽ. കാരണം എനിക്ക് റിട്ടേൺ ഓഫ് ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപയാണെന്ന് പറയാം. അപ്പൊ നമ്മളത് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നെസസിറ്റി ചിലപ്പോൾ ആ 10 ലക്ഷം കൊടുക്കാനില്ലാത്ത ആളെങ്കിൽ വേറെ വിധത്തിൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെഗോഷിയേഷൻ ആയി. അതല്ല, ഇയാൾ ചോദിക്കുന്ന പൊസിഷൻ 10 ലക്ഷം മറ്റേ സൈഡിന് കൊടുക്കാനില്ലെങ്കിൽ ഇംപാസ് വന്നു, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മീഡിയേറ്റർ ഉടനെ വൈ എന്ന് ചോദിക്കണം. വൈ യു ആർ ഡിമാൻഡിങ് 10 lakhs. അപ്പൊ പറയും ഇതാണ് സംഗതി, കുട്ടിയെ എനിക്ക് ചേർത്തണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ട്രെയിനിങ്ങിന് പോകണം, എനിക്ക് പോയാൽ എനിക്കൊരു ജോലി കിട്ടും, പിന്നെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം, വരുമാനം ഉണ്ടാവും, അത് ചെയ്യും. അതല്ലെങ്കിൽ എനിക്ക് ഒരു വാടക വീട് എടുക്കണം, അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം, ലീസിന് വീട് എടുക്കണമെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് വാങ്ങാം, ബാക്കി പിന്നെ എനിക്ക് പൈസ ജോലി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൊടുത്താൽ EMI ആയിട്ട്. ഈ രീതിയിൽ പലതുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് മീഡിയേറ്റർ കിട്ടി. ആ 10 ലക്ഷത്തിന് പകരം മറ്റാൾ അണ്ടർടേക്കിംഗ് കൊടുത്താൽ പോരെ. ആ 10 ലക്ഷം പല ഗഡുകളായിട്ട് ഞാൻ തന്നോളാം, കൊടുക്കാൻ മറ്റാളായിട്ട് ട്രൈ പാർട്ടി ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ വീടുണ്ട്, ആ വീട് തരാമെന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു 10 ലക്ഷം കൊടുത്താലാണ് ഒരു ജോലി കിട്ടുമെങ്കിൽ വേണ്ട, ആ ജോലി ഞാൻ വാങ്ങി തരാന്ന് പറയാം. ഇങ്ങനെ ആൾട്ടർനേറ്റീവ്സ് കിട്ടും. അപ്പോൾ ആ പൊസിഷനിൽ നിന്ന്
നെസസിറ്റി അല്ലെങ്കിൽ നീഡിലോട്ട് വേണം മീഡിയേറ്റർ കാണേണ്ടത്. പൊസിഷൻ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പൊ വൈ എന്നുള്ള ചോദ്യം മീഡിയേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നെസസിറ്റി ആൻഡ് നീഡ്സ് കിട്ടും. അപ്പൊ ആ ഒരു എബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് മീഡിയേറ്ററെ സംബന്ധിച്ച്. കൺവേർട്ട് ദി പാർട്ടീസ് പൊസിഷൻ ടു നീഡ്സ് ആൻഡ്, ആ പാർട്ടിയെ ആ പൊസിഷനിൽ നിന്ന് നീഡ് ആൻഡ് നെസസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾക്ക് ഈ 10 ലക്ഷം കൊണ്ട് ഇന്നല്ല കാര്യം, ആ കാര്യം നടന്നാൽ പോരെ. അപ്പൊ 10 ലക്ഷം അല്ലേ, എനിക്കത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആൾട്ടർനേറ്റീവ് ആയി സജഷൻസ് ആയി. അത് കണ്ടുപിടിക്കാനുള്ള കഴിവാണ്, കപ്പാസിറ്റിയാണ് മീഡിയേറ്ററുടെ മറ്റൊരു പൊസിഷൻ. കൺവേർട്ടിംഗ് പാർട്ടീസ് ഫ്രം പൊസിഷൻ ടു നെസസിറ്റി ആൻഡ് നീഡ്സ്. ദെൻ എബിലിറ്റി ടു സ്ക്രീൻ ഔട്ട് നോൺ മീഡിയബിൾ ഇഷ്യൂസ്. അത് നമ്മുടെ അജണ്ട സെറ്റിങ്ങിന് മുന്നായിട്ട് ചെയ്യുന്നതാണ്. ഇഷ്യൂസ് നമ്മൾ രണ്ടു കൂട്ടരെയും ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്പൊ ഇതാണ് സംഗതി. ആ സമ്മറൈസ് ചെയ്യുന്നത് മിക്കതും ഇഷ്യൂസ് വെച്ചുകൊണ്ടായിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നാം പാർട്ടിയിലെ ഇഷ്യൂസ് ഇതാണ്, 1 ഇത്, 2 ഇത്, 3 ഇത്. നിങ്ങളുടെ ഇഷ്യൂസ് ഇതാണ്, 3 ഇത്. പിന്നെ മറ്റ് ഇഷ്യൂസ് കോമൺ ഇഷ്യൂ ആണ്, അത് ഇന്ന കാര്യം കൊണ്ട് അത് ഇത് ഇഷ്യൂ ആകുമ്പോൾ അത് പോവും. അപ്പൊ ഇങ്ങനെ സോൾവ് ചെയ്യേണ്ട ഇഷ്യൂസ് കണ്ടുപിടിച്ച് മീഡിയേഷൻ ചെയ്യേണ്ടാത്ത ഇഷ്യൂസിനെ എടുത്തു കളയുന്ന ആ പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എബിലിറ്റിയും മീഡിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഇന്നാണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ അത് പൊക്കോളും, അപ്പൊ അത് നമ്മളിവിടെ മീഡിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടാവണം. മൊത്തം ഇഷ്യൂസിന് നോൺ മീഡിയബിൾ ഇഷ്യൂസ് മാറ്റിയെടുക്കാൻ ഉള്ള കഴിവും കൂടി മീഡിയേറ്റർ ഒരു സ്പെഷ്യൽ എബിലിറ്റിയാണ്. എബിലിറ്റി ടു ഹെൽപ്പ് പാർട്ടീസ് ടു ഇൻവെന്റ് ക്രിയേറ്റീവ് ഓപ്ഷൻസ്. അത് ഞാൻ പറഞ്ഞല്ലോ, പൊസിഷൻ ഇന്നതാണെങ്കിൽ നെസസിറ്റി നീഡ് വെച്ചുകൊണ്ട് ഏതെല്ലാം മെത്തേഡിലൂടെ ആ നെസസിറ്റി നീഡും ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് മീഡിയേറ്റർ പറഞ്ഞു കൊടുക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് നരേറ്റഡ് ബൈ ദി പാർട്ടീസ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദി മീഡിയേറ്റർ. പിന്നെ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഗോയിങ് ഔട്ട് ഓഫ് ബോക്സ് എന്നുള്ള പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാൻ ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇരിക്കുന്ന പാർട്ടികളും ഇവിടെ ഇരിക്കുന്ന സൊല്യൂഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനെ പുറത്തുനിന്നുള്ള സൊല്യൂഷൻ കൊണ്ട് അത് ചേരുമെങ്കിൽ അതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മീഡിയേറ്ററുടെ കഴിവാണ്. അത് നിങ്ങൾക്ക് മീഡിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ പ്ലേയിലോ ഞാനത് അങ്ങനെയുള്ള പൊസിഷൻ കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടില്ലെങ്കിലും അത് അങ്ങനെ ആയിക്കൂടെ ഞാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് അങ്ങനെയുള്ള ചോദ്യങ്ങളും ആൻസർ ചെയ്യാനും കൂടി നിങ്ങൾ കഴിയണം. ഇതല്ലാതെ നിങ്ങൾ ഈ സൊല്യൂഷനാണ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റീവ് ഓപ്ഷൻസ് പറയാൻ ബാധ്യസ്ഥരാണ്. അത് പറയാൻ മാർക്കും ഉണ്ട്. കാരണം ഇപ്പൊ പ്രോബ്ലം നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് പ്രോബ്ലം ഇട്ട് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടായിരിക്കും നിങ്ങൾ അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പ്രത്യേക രീതിയിലൂടെ ആയിരിക്കും നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ആ സെയിം ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസിൽ പാർട്ടീസ് പറഞ്ഞ റീസ്റ്റേറ്റ്മെന്റ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചുകൊണ്ട് അതിന് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കണ്ടാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അതൊക്കെ നിങ്ങളെ മാർക്കിന് ബാധിക്കും. അപ്പൊ നിങ്ങൾ ഒബ്സർവേഷൻ കപ്പാസിറ്റി വളരെയധികം ഉണ്ടായിരിക്കണം. നോർമലി കഴിഞ്ഞ പ്രാവശ്യത്തെ മീഡിയേഷനിൽ മാഡത്തിനും കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ മീഡിയേറ്റേഴ്സും പാർട്ടീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നെഗോഷിയേഷൻ സ്കില്ലുള്ളതുകൊണ്ട് കൂടിയാണ് ഒബ്സർവർ എന്ന് പറഞ്ഞിട്ടൊരു റോൾ ഉണ്ടാവും. ഒബ്സർവർ റോൾ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു മീഡിയേറ്റർ ആണ്. പക്ഷെ മീഡിയേഷൻ ചെയ്യില്ല. ഒബ്സർവർ മീഡിയേഷനിൽ ഇരിക്കും. അവസാനം മീഡിയേറ്ററുടെ പാളിച്ചകൾ പറഞ്ഞു പറയണം. മീഡിയേറ്റർ എന്ത് ചെയ്യാമായിരുന്നു, എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിയേറ്റീവ് ഓപ്ഷൻസ് എന്തുണ്ടായിരുന്നു, എന്ത് ചെയ്തില്ല. അപ്പോൾ ഒബ്സർവർ എന്നുള്ള പോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ റോൾ പ്ലേ ഇടുമ്പോൾ മീഡിയേറ്റർ, ഒബ്സർവർ, വാദികൾ, പ്രതികൾ, ഫസ്റ്റ് പാർട്ടീസ് ഓർ ഓപ്പോസിറ്റ് പാർട്ടീസ്, ഈ രീതിയിൽ വേണം ചെയ്യണം. കേട്ടല്ലോ മാഡം? സർ, ഇപ്പൊ ഇട്ടിരിക്കുന്ന ഗ്രൂപ്പ് 6 പേരടങ്ങുന്നവരുടെ ഗ്രൂപ്പാണ്. അപ്പൊ എല്ലാരും വരുമല്ലോ അതില്? മാക്സിമം 6 ആണ് ഇട്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പില് സ്റ്റുഡൻസ്. 6 പേര് മൊത്തം എത്ര സ്റ്റുഡൻസ് ഉണ്ട് സർ? ഒരു ക്ലാസ്സില് 60 ഉണ്ട്, ഒരു ക്ലാസ്സിൽ 48 50 അടുപ്പിച്ചുമുണ്ട്. അപ്പൊ മൊത്തം വരുന്നത് 60 ഉള്ള ക്ലാസ്സിൽ 10 ഗ്രൂപ്പ്സ് വരും, മറ്റേതിൽ 8 ഗ്രൂപ്പ്സും വരും. അപ്പൊ നമുക്ക് 18 ദിവസം വേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ 18 ദിവസം ഈ മാസത്തിൽ കിട്ടോ? നമുക്ക് 18 ക്ലാസ്സുകൾ കിട്ടുമോന്ന് നോക്കിയേ. 18 ദിവസം ഈ മാസം കിട്ടുമെന്നുള്ളത് നോക്കണം സാർ. എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം എന്നനുസരിച്ച് നമുക്ക് നോക്കാം.
അതില്ലെങ്കിൽ നമ്മൾ സാറ്റർഡേ സൺഡേയും കൂടിയിട്ട് വെച്ചിട്ട് തീർക്കാം. ഓക്കെ റോൾ പ്ലേ ചെയ്യുക. അതവന് ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കാം അല്ലെ? രാവിലെ ഇരിക്കുന്ന നമുക്ക് നോക്കാം സർ. അതല്ലെങ്കിൽ ഹോളിഡേയ്സ് ആയാലും വെക്കാം, അല്ലെങ്കിൽ രാവിലെ ഒരു ക്ലാസ് വൈകിട്ട് ഒരു ക്ലാസ് എന്നുള്ള രീതിയിലായാലും വെക്കാം. അല്ലെങ്കിൽ 18 ദിവസം നീണ്ടുപോയി പിന്നെ അതിന്റെ ഇവാലുവേഷനും കുറച്ചും കൂടി ടൈം എടുക്കും. ഇപ്പൊ ഇതിനെ നമ്മൾ 3-4 ക്ലാസ് കൂടി വേണ്ടേ? ഉണ്ട് സർ. കാര്യം ഇവരുടെ സ്ട്രെങ്ത് കൂടുതലാണ് സർ. ലാസ്റ്റ് ബാച്ച് പോലെയല്ല. ലാസ്റ്റ് ബാച്ചിൽ നമുക്ക് ടോട്ടൽ 16 ഇത് ഉണ്ടായിരുന്നുള്ളൂ, ഗ്രൂപ്പ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് റെഗുലർ ആയതുകൊണ്ട് നമുക്ക് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി. ഒറ്റ സ്ട്രെച്ചിന് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് നമ്മൾ തീർത്തത്. ഇവരത് 6 ആളാണല്ലേ? 6 ആള് വെച്ചിട്ട് 18 ഗ്രൂപ്പ് ഉണ്ട് സർ. 6 എന്നുള്ളത് 8 ആക്കിയാൽ എങ്ങനെ ഇരിക്കും സർ? അപ്പോ റോൾ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. എല്ലാവർക്കും ഈക്വൽ റോള് കഴിഞ്ഞ പ്രാവശ്യം സർ 8 വേണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഇത്തവണ 6 ആക്കിയത്. അല്ലല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മീഡിയേറ്റർ റോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ചില ഇപ്പൊ റീസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഭാഗം, എഗ്രിമെന്റ് ഭാഗം, അല്ലെങ്കിൽ അജണ്ട സെറ്റിംഗ് ഭാഗത്തിൽ ആരെയും വിളിച്ചിട്ട് ഇനി നിങ്ങളാണ് മീഡിയേറ്റർ, അജണ്ട സെറ്റിംഗ് നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അപ്പൊ സർ ഗ്രൂപ്പ് ഞാനിപ്പോ 6 പേര് വെച്ചിട്ടു, അത് ഇനി റീഷഫിൾ ചെയ്യണോ? അത് 8 ആക്കി ഇട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ബാച്ച് കുറഞ്ഞു കിട്ടും, എഫക്റ്റീവായി ചെയ്യാൻ പറ്റും. 8 ആവുമ്പോ 2 ആള് പോയല്ലോ, 6 തന്നെ വരും. 6 3 രണ്ട് സൈഡിൽ നിന്നോട്ടെ. 3 അല്ലെങ്കിൽ അവര് കഥാപാത്രം വെച്ചാൽ ഒരാൾ 2 ആൾ ഇപ്പുറത്ത് 4 ആൾ അപ്പുറത്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? മൊത്തം സ്ട്രക്ചർ 6 എന്ന് മാത്രം. അത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ റോൾ എല്ലാവർക്കും വരും. കഴിഞ്ഞ പ്രാവശ്യം മാതിരിയല്ല, എല്ലാവർക്കും റോൾ വരും. പിന്നെ മീഡിയേറ്റർ ഞാൻ തുടക്കത്തിൽ ഒരാളെ വെക്കുന്നു മാത്രം. അവരും തീരുമാനിക്കുന്ന മീഡിയേറ്റർ ആയിരിക്കില്ല. ആ മീഡിയേറ്റർ എപ്പോ വേണമെങ്കിലും 5 സ്റ്റേജസ് ഉണ്ടല്ലോ നമ്മുടെ 5-ല്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ബാക്കി 4 സ്റ്റേജിൽ ആര് വേണമെങ്കിൽ എപ്പോഴും ആവാം. അതുകൂടാതെ ഡെഫിനിഷൻ 2 കമ്പൽസറി ചോദിക്കും എല്ലാവരോടും. സർ ഒരു കാര്യം കൂടി. അപ്പൊ കഴിഞ്ഞ തവണ സാറ് ഗ്രൂപ്പിൽ നിന്ന് ഷഫിൾ ചെയ്തായിരുന്നു മീഡിയേറ്റേഴ്സിന്, അത് ഇത്തവണ ഷഫിൾ ചെയ്യില്ലല്ലോ? അപ്പൊ ഇല്ല, ഷഫിൾ ചെയ്യില്ല. അവരിൽ നിന്ന് ഒരാൾ മീഡിയേറ്റർ ആവണം ചെയ്യാം. ഇത്തവണ ഷഫിളിംഗ് ഇല്ല, പക്ഷെ എല്ലാവർക്കും മീഡിയേറ്ററിന്റെ റോള് വരാം. എല്ലാവർക്കും വരാം. എല്ലാവരും ഫാക്റ്റും കാര്യങ്ങളും അറിയാം. അവരാരുടെ റോള് മാത്രം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്ര മാത്രം. അത് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് അത്ര കോൺസെൻട്രേറ്റ് തിരിക്കേണ്ട. കാരണം അവരുടെ റോള് ആർക്കും ചിലപ്പോ എടുക്കാൻ പറ്റുന്നില്ല. അവര് ആ റോള് വേറെ ആളായിരിക്കും ചെയ്യുക ചിലപ്പോൾ. കാരണം ഇവിടെ ഡയലോഗിന് ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. അവർ ഫാക്ടറിന് ഡയലോഗ് എന്താണെങ്കിലും പറയാലോ. മനസ്സിലായോ? അവര് കേട്ടോ, മറ്റേതില്ല. അപ്പൊ ഇതാണ് സംഗതി. പിന്നെ ഒബ്സർവർ എന്ന് പറഞ്ഞാല് കുറെ കൂടി മോർ ഒബ്സർവിങ് കപ്പാസിറ്റി വേണം. ഈ 5 സ്റ്റേജസും ഒബ്സർവ് ചെയ്തുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞതും ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് അവസാനം പറയണം എന്താ ഇതെന്നുള്ളത്. അതല്ലെങ്കിൽ ഒബ്സർവർക്ക് പറയും ഇവരോട് ആരോടെങ്കിലും ചോദിക്കും, ഒബ്സർവർ പറയാത്തതിൽ നിന്ന് വേറെ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയായിരിക്കും നമ്മൾ മാർക്കിങ്ങിന്റെ രീതി. 100% എല്ലാവരും 5 സ്റ്റെപ്സും ഈക്വലി അറിഞ്ഞിരിക്കണം. അതാണ് സംഗതി. പഴയമായിട്ട് ഒരു ചെറിയ റോളിൽ ഇരുന്ന് വന്നിരുന്ന് മിണ്ടാതിരുന്ന് പോകാന്ന് വിചാരിക്കാൻ നടക്കില്ല. കാരണം ഡെഫിനിഷൻ 2 കമ്പൽസറി ആയിട്ട് ചോദിക്കും. അപ്പൊ ആ രീതിയിലാണ്. മീഡിയേഷന്റെ ഡെഫിനിഷൻ അല്ലേ സർ? മീഡിയേഷൻ 2 ഡെഫിനിഷൻ അല്ല, പ്രോസസ് ആസ്പെക്റ്റും ഫങ്ഷണൽ ആസ്പെക്റ്റും 2 അത് ചോദിക്കും. പിന്നെ ഇതിനുള്ള ചോദ്യങ്ങളൊക്കെ ഈ 5 സ്റ്റെപ്പ് ചെയ്യുന്ന ഏത് വിധത്തിലുള്ള ചോദ്യങ്ങളും പ്രൊസീജിയറൽ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ മറ്റു വിധത്തിലൊക്കെ വരും. അപ്പൊ ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആള് കൂടിയോണ്ട് പ്രശ്നമില്ല. നമ്മൾ ടൈമും ഇപ്രാവശ്യം ഓൺലൈൻ ആയതുകൊണ്ട് കൂടുതലുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂറിനോട് അടുത്ത് വരും ചിലപ്പോൾ. കാരണം ഇവർക്ക് 1.5 മണിക്കൂർ മാക്സിമം കൊടുക്കും. ചിലവർക്ക് 1 മണിക്കൂർ കൊണ്ട് തീർന്നു വരും. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ അവേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഡിസ്കഷനുള്ള ചിലപ്പോ അതെല്ലാം കറക്റ്റ് ആവുന്ന തീർന്നു വരും. ആ രീതിയിലാണ്. അപ്പൊ ഇനിയിപ്പോ ഇതില് സമയമല്ല. ഹെൽപ്പ് ദി പാർട്ടീസ് ഐഡന്റിഫൈ പ്രിൻസിപ്പൽ ആൻഡ് കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ വരേണ്ടത് എബിലിറ്റി ടു ഹെൽപ്പ് ദി പാർട്ടീസ് ഐഡന്റിഫൈ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ ദാറ്റ് വിൽ ഗൈഡ് ദയർ ഡിസിഷൻ മേക്കിംഗ്. അത് ഈ പറഞ്ഞ ഇന്റഗ്രേറ്റീവ് ബാർഗൈനിങ്ങിലൊക്കെ വരുന്ന ഇഷ്യൂസിൽ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മളത് ഇങ്ങനെ ചെയ്താലും ആഫ്റ്റർ ആൾ ഫാദർ അല്ലേ, ബാക്കി അവരെ കാലശേഷം നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളിത് ഇങ്ങനെ കൊടുക്കുന്നതിനെ പൈസ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു കേട്ട ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഒരു രീതിയിൽ
പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്യേണ്ടത് കീപ്പ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തൂടെ എന്നുള്ള അഡ്വൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ യാതൊരു വിധത്തിലും ഒരു സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എഴുതുമ്പോൾ ഒരു പബ്ലിക് പോളിസിക്ക് എതിരാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മാത്രം, അല്ലാതെ നമ്മൾ മീഡിയേറ്ററെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവാൻ പാടില്ല. അതാണ് അടുത്തത്. എബിലിറ്റി ടു ഹെൽപ്പ് ദി പാർട്ടീസ് മേക്ക് ദെയർ ഓൺ ഇൻഫോംഡ് ചോയ്സസ്. അത് അവരോട് തന്നെ തീരുമാനം എടുക്കാൻ പറയാം. അവര് തീരുമാനങ്ങൾക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതില്ലെങ്കിൽ മാത്രമേ ആൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ എബിലിറ്റി ടു ഹെൽപ്പ് പാർട്ടീസ് അസസ് വെദർ ദെയർ എഗ്രിമെന്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. അവർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ കൂടി വെറുതെ അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10 ലക്ഷം കൊടുക്കാം, ഞാൻ ഇന്ന ദിവസത്തിൽ 6 മാസത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, കൊടുക്കാനുള്ളത് ഉണ്ടോ എന്നുള്ള അത് കൂടി കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പറയല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയണം. അല്ലാതെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കറ്റോറിയാൻ പലരും സമ്മതിക്കും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡിഫോൾട്ട് ക്ലോസ് ഇട്ട് വീണ്ടും പ്രശ്നമാവും. അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്ലിസിറ്റി ഓഫ് സൂട്ട് വരും, രണ്ടാമത് ഒരു വേറെ ടൈപ്പ് കേസ് എടുക്കണം. ഈ ഘടകങ്ങളൊക്കെ മീഡിയേറ്റർ നോക്കണം, അവോയ്ഡ് ചെയ്യണം. പാർട്ടിക്കല്ലേ പറയില്ല ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അപ്പൊ പറയാം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പറയും ഫോക്കസിൽ ചോദിച്ചാലും മതി, ഇല്ലെങ്കിൽ വെറുതെ എടുക്കണ്ട, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗം ഉണ്ടാവും നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാർഗം നോക്കാം, നിങ്ങൾ സമയമില്ല ഞാൻ കൊടുത്തോളാം സാറേ എന്ന് പറയുകയാണെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെയാന്ന് പറയാം. എങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ചോദിക്കാം, സോഴ്സ് ഇങ്ങനെയാണ് സംഗതി ഇങ്ങനെയുണ്ട്. അപ്പൊ അത് പ്രോപ്പർട്ടി കൊടുക്കുക വെച്ചാൽ പ്രോപ്പർട്ടി നിങ്ങൾ പറഞ്ഞ നേരത്ത് വിറ്റ് പോയില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദിക്കാം നമുക്ക്. ഇല്ലെങ്കിൽ ഈ പോയില്ലെങ്കിൽ അതിൽ നിന്ന് 10 ലക്ഷത്തിനുള്ള പോർഷൻ കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ എക്സിക്യൂട്ടിബിലിറ്റി എങ്ങനെ ഈസി ആവും എന്നുള്ള കാര്യം ചോദിച്ച് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് നടക്കുന്നതായിരിക്കും ഷോർട്ട്. അല്ലാണ്ട് അത് വെച്ച് പിന്നെ പാർട്ടി ചെയ്താലും മുഴുവൻ അത് നടപ്പാക്കാൻ വേണ്ടി നടക്കാൻ പാടില്ല. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ഈസിലി ആയിരിക്കണം, നോ ഫർദർ ലിറ്റിഗേഷൻ, അതാണ് അതിന്റെ എയിം. പിന്നെ റെസ്റ്റോറേഷൻ ഓഫ് റിലേഷൻഷിപ്പ് അതെല്ലാം മീഡിയേറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എല്ലാവരും അപ്പൊ അങ്ങനെ ശരിയെന്ന് പറഞ്ഞു പോയത്, അതിന് റിലേഷൻ റെസ്റ്റോർ ചെയ്യാവുന്ന സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആവുന്നു അത് ചെയ്യണം. അത് വെച്ചുകൊണ്ട് വേണം. ഫാമിലി റിലേഷൻ ആണെങ്കിൽ അവരെ ഒരുമിച്ച് പോകാവുന്ന ഒരു ഘടകങ്ങൾ അവിടെ ഉണ്ടാക്കും വേണം. ജസ്റ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ ആയി അതിനെ ക്ലോസ് ചെയ്യാൻ പാടില്ല, സെറ്റിൽമെന്റ് എങ്ങനെ ക്ലോസ് ചെയ്ത്. അപ്പൊ അതെപ്പോഴും ഉള്ളിലുണ്ടാവും. റെസ്റ്റോറേഷൻ ഓഫ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കേട്ടോ. പിന്നെ വിൻ വിൻ സിറ്റുവേഷൻ, രണ്ടു കൂട്ടർക്ക് ആവുന്നതും നഷ്ടമില്ലാത്ത വിധത്തിൽ വിൻ വിൻ ഇതിന്റെ ഒരു ഘടകമാണ്. അപ്പോൾ മീഡിയേറ്റർ വേണം അതൊക്കെ തലയിൽ കൊണ്ടു നടക്കാൻ, ഒബ്സർവർ വേണം ഇതൊക്കെ മീഡിയേറ്റർ ചെയ്യുന്നുണ്ടോ നോക്കാൻ, ബാക്കിയുള്ളവർ വേണം ഇവർ രണ്ടു കൂട്ടർ ഈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും എല്ലാ റോളും വളരെ തറവായിരിക്കണം. മറ്റേ റോൾ പ്ലേയിലെ റോളിനൊന്നും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കും. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ ക്ലാരിഫൈ ചെയ്തു, അതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള മീഡിയേറ്ററൊക്കെ കണക്ട് ചെയ്യാതെ വെറുതെ പറഞ്ഞാൽ മനസ്സിലാത്ത വിധത്തിലൊന്നും റോൾ പ്ലേ കൊണ്ടുവരരുത്. അത് കമ്മ്യൂണിക്കേഷൻ വളരെ വ്യക്തമായി ന്യൂട്രലായ വാക്കുകളിലൂടെ ആയിരിക്കണം മീഡിയേറ്റർ അത് ക്ലാരിഫൈ ചെയ്യുന്നത്. വ്യക്തതയില്ല ഡിസ്കണക്ട് അവിടെ കണക്ഷൻ വരുത്തിക്കണം. ക്ലാരിഫൈഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അത് പറഞ്ഞല്ലോ, ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യണം, ബട്ട് നോട്ട് ഇൻ പിന്നെ വരുന്നത് എബിലിറ്റി ടു ഹെൽപ്പ് പാർട്ടീസ് അസസ് വെദർ ദെയർ എഗ്രിമെന്റ് ക്യാൻ ബി, അത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് മീഡിയേറ്റർ സ്കില്ലിനെ കുറിച്ചുള്ള സമ്മറി. ഇനി ഇത് ഫുൾഫിൽ ചെയ്യാവേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഫർദർ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇത്ര മതി. ഇനി അടുത്ത ദിവസം നമ്മള് പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പോയി അജണ്ട സെറ്റിംഗിലോട്ട് പോവാണ്. പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാം, നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടീസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഓക്കെ, ഇനി മറ്റന്നാളല്ലേ ഉള്ളോ? മറ്റന്നാളേ ഉള്ളൂ 6th. ശരി.